തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് സ്വന്തം തായ്മൊഴിയോട് അത്രയും ഇഷ്ടവും അഭിമാനവും ഉണ്ടെങ്കിൽ തമിഴിൽ പേരെങ്കിലും എഴുതി ഒപ്പിടണം. പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്നും മന്ത്രിമാരുടെ കത്തുകൾ ലഭിക്കാറുണ്ട്. അത് പൊട്ടിച്ച് വായിക്കുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ആരും തന്നെ തമിഴ് ഭാഷയിൽ ഒപ്പിട്ടിട്ടില്ല. എന്നാൽ അവർ സ്വന്തം ഭാഷയുടെ പേരിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ഉൾപ്പുളകം കൊള്ളുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ പരിഹസിച്ചുകൊണ്ട് രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുകയാണ്. ത്രിഭാഷാ വിവാദത്തിൽ ഇപ്പോഴും തമിഴ്നാട് സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുന്നതെന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ന് പാമ്പൻ പാലം ഉദ്ഘാടന ചടങ്ങ്, ആ വേളയിൽ പോലും മുഖ്യമന്ത്രി സ്റ്റാലിനെ ആ പരിസരത്തെങ്ങും ആരും കണ്ടിട്ടില്ല. അദ്ദേഹം വരാത്തത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. മാത്രമല്ല, കച്ചദ്വീപ് വിഷയം പോലും വീണ്ടും കുത്തിപ്പൊക്കി BJPയുടെ മേൽ കരിവാരി തേക്കാനാണ് സ്റ്റാലിനും കൂട്ടരും ശ്രമം നടത്തുന്നത്. BJP സ്വന്തം തായ്മൊഴിയിൽ ഉൾപ്പുളകം കൊള്ളുന്നവരാണെങ്കിൽ സ്വന്തം പേരെഴുതി ഒപ്പിടാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ എന്ത് ഭാഷാ സ്നേഹമാണ് കാണിക്കുന്നത് എന്നാണ് BJP ചോദിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ച ഉചിതമായ ചോദ്യം തന്നെ ആയിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാമേശ്വരത്തെ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തമിഴ് ഭാഷയും തമിഴ് പൈതൃകവും ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാർ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട്. ചിലപ്പോൾ തമിഴ്നാട്ടിലെ ചില നേതാക്കളിൽ നിന്ന് എനിക്ക് കത്തുകൾ ലഭിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. അവരിൽ ആരും തന്നെ തമിഴ് ഭാഷയിൽ ഒപ്പിട്ടിട്ടില്ല. നമുക്ക് തമിഴിൽ അഭിമാനമുണ്ടെങ്കിൽ എല്ലാവരും കുറഞ്ഞത് തമിഴിലെങ്കിലും പേരെങ്കിലും എഴുതി ഒപ്പിടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എം.കെ. സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാരും കേന്ദ്രവും തമ്മിൽ കടുത്ത വാഗ്വാദം ഇപ്പോഴും തുടരുകയാണ്. കേന്ദ്രത്തിലെ BJP സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് സംസ്ഥാനം ആരോപിക്കുന്നുണ്ട്. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ത്രിഭാഷാ ഫോർമുലയാണ് ഏറ്റവും പുതിയ പ്രശ്നം. ഈ നടപടികൾ തമിഴ് ഭാഷയെയും സംസ്കാരത്തെയും ഭീഷണിപ്പെടുത്തുന്നുവെന്ന് സംസ്ഥാനം വാദിക്കുന്നുണ്ട്. ഈ നടപടികൾ തമിഴ് ഭാഷയെയും അതുപോലെ സംസ്കാരത്തെയും ഭീഷണിപ്പെടുത്തുന്നു എന്നതായി സംസ്ഥാനം വാദിക്കുന്നുണ്ട്. ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾ പോലും പ്രയോജനപ്പെടുത്തുന്നതിനായി തമിഴ് ഭാഷയിൽ മെഡിക്കൽ കോഴ്സുകൾ ആരംഭിക്കണമെന്നും പ്രധാനമന്ത്രി തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദരിദ്ര കുടുംബങ്ങളിലെ കുടുംബങ്ങൾക്ക് പോലും ഡോക്ടർമാരാകുവാനുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന തരത്തിൽ തമിഴ് ഭാഷയിൽ മെഡിക്കൽ കോഴ്സുകൾ ആരംഭിക്കണമെന്ന് ഞാൻ തമിഴ്നാട് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ യുവാക്കൾ ഡോക്ടറാകാൻ വിദേശത്തേക്ക് പോകേണ്ടതില്ല എന്ന് ഉറപ്പാക്കുകയാണ് ഞങ്ങളുടെ ശ്രമമെന്നും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തന്നെ തമിഴ്നാട്ടിൽ 11 പുതിയ മെഡിക്കൽ കോളേജുകൾ ലഭിച്ചുവെന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അവർക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രിയെയും അതുപോലെ BJP എന്ന പാർട്ടിയെയുമാണ് അവർ തള്ളിക്കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ പരിപാടികളിൽ നിന്നെല്ലാം വിട്ടുനിന്ന സ്റ്റാലിൻ മുഖ്യമന്ത്രിയുടെ ചില വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. നരേന്ദ്രമോദി കർശനമായും ഇതെല്ലാം തന്നെ ഉറപ്പു നൽകണം എന്നതായിരുന്നു സ്റ്റാലിന്റെ ആവശ്യം. എന്നാൽ കേന്ദ്രം ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എം.കെ. സ്റ്റാലിന്റെ ആവശ്യങ്ങൾ ഇപ്രകാരമാണ്: തമിഴ് മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി വ്യക്തമായ ഒരു ഉറപ്പ് നൽകണമെന്നും പറയുന്നുണ്ട്. വരാനിരിക്കുന്ന അതിർത്തി നിർണയ പ്രക്രിയയിൽ ജനസംഖ്യാ വളർച്ച വിജയകരമായി നിയന്ത്രിച്ച തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങൾക്കും പിഴ ചുമത്തില്ല. ശതമാനക്കണക്കിൽ പാർലമെന്റ് സീറ്റുകളുടെ അവരുടെ വിഹിതം സ്പർശിക്കാതെ തന്നെ തുടരും. പാർലമെന്റിൽ ഒരു പ്രമേയം പാസാക്കി നീതിയുക്തമായ അതിർത്തി നിർണയം ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വാഗ്ദാനം പരസ്യമായി നൽകുകയും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലെ ഭയം അകറ്റുകയും പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരികയും വേണം. അതുപോലെ നിയമപരമായ അതിർത്തി നിർണയം ഉറപ്പാക്കുവാനുള്ള ഒരേ ഒരു മാർഗമാണിത്. അദ്ദേഹം നടപടിയെടുക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നതായും 1971 ജനസംഖ്യാ കണക്കുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം നടത്തണമെന്ന് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നും കൂടാതെ 2001 അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നൽകിയ പ്രതിജ്ഞ പാലിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് എന്നതാണ് എം.കെ. സ്റ്റാലിൻ മുന്നോട്ട് വയ്ക്കുന്ന ചില വാഗ്ദാനങ്ങളിലൊന്ന്. അതുപോലെ വാജ്പേയിയുടെ ഉറപ്പിന് അനുസൃതമായി 2026 30 വർഷത്തേക്ക് കൂടി ഈ ക്രമീകരണം നീട്ടുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നും എം.കെ. സ്റ്റാലിൻ പറയുകയാണ്. 2026 സെൻസസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിർത്തി നിർണയം നടപ്പിലാക്കിയാൽ തമിഴ്നാടിനും മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും പാർലമെന്റ് ന്യായമായ പ്രാതിനിധ്യം നഷ്ടമാകുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.